ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്നൊരു പുതിയ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഏതാണ് പാഠഭാഗം നോക്കിക്കേ? സമയത്തെ തോൽപ്പിച്ച ശാസ്ത്രജ്ഞൻ. നമുക്കെല്ലാവർക്കും അറിയാലോ, നമ്മളുടെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രദേശം തന്നെ എടുക്കുകയാണെങ്കിൽ, മൊത്തം ഓൾ വേൾഡ് ഒന്നും എടുക്കണ്ട, നമ്മളുടെ ഈ ഒരു പ്രദേശം തന്നെ എടുക്കുകയാണെങ്കിൽ ഓരോ മനുഷ്യരും മറ്റൊരാളിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിരിക്കുമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും ഒരാൾ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാളെ പോലെ മറ്റൊരാൾ കാണുമോ? ലോകത്തിൽ കാണുമോ? തീർച്ചയായിട്ടും കാണും. ലോകത്തിൽ ഒരാളെ പോലെ 7 പേരുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒരാളെ പോലെ 2 പേരും 3 പേരും ഒക്കെ വരും. നമ്മളെ ട്വിൻസ് കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരാളെ പോലെ തന്നെ അല്ലേ അടുത്താണ് ഇരിക്കുന്നത്. ട്രിപ്പിൾസ് ആണെങ്കിൽ തന്നെ 3 പേര് ഒരുപോലെ ഇരിക്കുന്നവരില്ലേ? പക്ഷെ 3 പേരും 3 രീതിയിൽ ഇരിക്കുന്നവരുണ്ട്. ഈ ട്വിൻസ് 2 പേരും 2 തരം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാലും കൂടുതലായിട്ടും എന്താണ്, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോഴെന്താണ്, ശാരീരികമായിട്ടാണെങ്കിലും രൂപത്തിലും ഒക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് കഴിവുകൾ കൂടിയ ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അതുപോലെ തന്നെ ഒരുപാട് കഴിവുകൾ കുറഞ്ഞ ആൾക്കാരുണ്ട്. ഒരുപാട് പോരായ്മകളുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് വൈകല്യങ്ങളുള്ള ആളുകൾ ഉണ്ട്, അല്ലേ? അപ്പോഴെന്താണ് ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏറിയാണെങ്കിലും ഒരു പ്രദേശം വെച്ച് നോക്കുവാണെങ്കിലും എല്ലാവരും ഒരാളിൽ നിന്നും എങ്ങനെയുള്ള ആളായിരിക്കും? പറഞ്ഞേ, ഒരാളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും അടുത്ത ആൾക്കാർ, അല്ലേ? അപ്പോഴങ്ങനെ വ്യത്യാസമുള്ള കുറേ ആളുകളുണ്ട്. അതായത് നമുക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ കഴിവ് കൂടിയ ആൾക്കാരെ എടുക്കുന്നതിനേക്കാൾ നമുക്ക് ഒന്ന് ചിന്തിച്ച് കുറേ പോരായ്മകളുള്ള ആൾക്കാരെ എടുത്ത് നോക്കാം. പോരായ്മകളുള്ള ഇപ്പം നമ്മളുടെ പ്രദേശത്താണെങ്കിൽ തന്നെ കണ്ണ് കാണാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ. കണ്ണിന് കാഴ്ചയില്ലാത്ത, കണ്ണ് കാണാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകാം, ഇല്ലേ? അപ്പോഴെന്താണ്, അവർക്കപ്പോഴെന്താണ് വേറെ എന്തെങ്കിലും ഒരു കഴിവ് അതിൻ്റെ കൂടെ കൂടുതൽ കിട്ടിയിരിക്കാം. അത് വേണ്ട വിധത്തിൽ വികസിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഒരുപാട് നല്ലതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. പക്ഷേ കാഴ്ചയില്ലെങ്കിൽ പോലും അവർക്ക് നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ എന്താണ്, അവർക്ക് നന്നായിട്ട് വേറെ എന്തെങ്കിലും ഫീൽഡിൽ നല്ല ടാലൻറ്റഡ് ആയിരിക്കാം. ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലോ വേറെ ഏതെങ്കിലും ഫീൽഡിൽ അവർ ഒരുപാട് മികച്ച രീതിയിൽ എത്തപ്പെടാം. അതുപോലെ തന്നെയാണ് സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ. കൂടുതലും കേൾവി ഇല്ലാത്ത ആളുകൾക്കാണ് സംസാരശേഷി ഇല്ലാതെ പോകുന്നത്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാൻ എങ്ങനെയാണ്, നമ്മൾ ഒരു വാക്ക് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ പേരൻസ്, നമ്മളുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ പറയുന്നത് കേട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കുഞ്ഞിലെ നമ്മൾ സംസാരം തുടങ്ങുന്നത് അങ്ങനെയല്ലേ? എന്താണ്, വീട്ടിലുള്ള ആളുകൾ പറയുന്നത് കേട്ടാണ് നമ്മൾ വാക്കുകൾ ഉച്ചരിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോഴെന്താണ് കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ചെവിക്ക് കേൾവിയില്ലാത്ത ആളുകളാണെങ്കിൽ എന്ത് സംഭവിക്കാം? അവർക്ക് സ്വാഭാവികമായിട്ടും സംസാരശേഷി ഇല്ലാതിരിക്കാം. അതെന്താണ് കാരണം? നമ്മൾ ചെവിയിൽ കേൾക്കുന്നതാണ്, പറഞ്ഞാണ് നമ്മൾക്ക് സംസാരിക്കാനുള്ള കഴിവ് കിട്ടുന്നത്. അപ്പോൾ ചെവിയിൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്താണ്, നമുക്ക് ആ സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ആ കഴിവ് നമുക്ക് ഇല്ലാതായി പോവുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആ സംസാരിക്കാത്ത ചെവി കേൾക്കാത്തുള്ള ആളുകൾ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വികലാംഗരാണ്, കൈകളില്ലാത്ത ആളുകൾ കാലുകൊണ്ട് നന്നായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്ന ഫോട്ടോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഫോട്ടോസ് മാത്രമല്ല, വീഡിയോസ് ഉൾപ്പെടെ അത് വരുന്നുണ്ട്, കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴെന്താണ്, അവരുടെ ആ ഒരു കൈ ഇല്ലാത്തതിൻ്റെ കുറവ് കൂടി അവർക്ക് ഈശ്വരൻ കാലിൽ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ കാല് കൊണ്ട്, നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ മറ്റുള്ളവർക്ക്, കൈകളില്ലാത്ത ആൾക്കാർക്ക് കാല് കൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതൊക്കെ ദൈവം കൊടുക്കുന്ന ഓരോ അനുഗ്രഹങ്ങളാണ്, അല്ലേ? അപ്പോഴെന്താണ്, ഒരുപാട് പോരായ്മകളുള്ള ആളുകൾ നമുക്ക് ചുറ്റുവട്ടത്തുമുണ്ട്. എന്നിരുന്നാൽ കൂടി അവർക്ക് എല്ലാവർക്കും എന്താണ്, കൂടുതൽ നന്മകൾ ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അപ്പോഴെന്താണ്, എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉള്ളവരെ മാറ്റി നിർത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവരെയും കൂടി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, നമ്മളാൽ ആകും വിധം അവരെയും കൂടി സഹായിക്കുക, കേട്ടോ? അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളാണ്, നിങ്ങൾ വളർന്നു വരുമ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു സ്നേഹവും മാന്യവും എല്ലാ കാര്യങ്ങളും ഉണ്ടാകട്ടെ. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ. ആ ഒരു മനസ്സലിവ് നിങ്ങൾക്കുണ്ടാകട്ടെ. അതുപോലെ തന്നെ എന്താണ്, ആ
ഒരു അംഗവൈകല്യമുള്ള ഒരാളിനെയോ വികലാംഗനായിട്ടുള്ള ഒരാളിനെയോ അതുപോലെ എന്തെങ്കിലും കുറവുകളുള്ള ആ ഒരു വ്യക്തിയെയോ ആണെങ്കിൽ പോലും ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെടുത്താതെ ഇരിക്കുക കേട്ടോ. അവരെ പരിഹസിക്കാതിരിക്കുക, കളിയാക്കാതിരിക്കുക. അവരെ കൂടി നമ്മുടെ ഒപ്പമുള്ള ആളുകളാണെന്ന് പറഞ്ഞ് അവരെയും കൂടി കൈപിടിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് വേണം പ്രാർത്ഥിക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾക്ക് ഇനി പഠിക്കാനുള്ള പാഠം നോക്കിയ സമയത്തെ തോൽപ്പിച്ച ശാസ്ത്രജ്ഞനാണ്. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമാണ് സമയത്തെ തോൽപ്പിച്ച ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ എന്താണ് പറയുന്നത് നോക്കിക്കേ. നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറിന്റെ ഒരു കവിതയുടെ വരികളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ചു ജീവിതത്തോടു ഞാൻ നേടിടും. എന്താണ്? ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ചു ജീവിതത്തോടു ഞാൻ നേടിടും. നമ്മുടെ ജീവിതം നമുക്ക് നൽകാൻ മടിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതം നമ്മൾക്കൊരു പക്ഷെ നൽകാൻ മടിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്? ജീവിച്ചു ജീവിതത്തോടു ഞാൻ നേടിടും. ഞാനത് ജീവിച്ച് ഞാനത് ജീവിതത്തിലേക്ക് നേടിയെടുക്കും. അല്ലേ? എന്തൊരു ശുഭാപ്തി വിശ്വാസം, എന്തൊരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് പറയുന്നത്. എന്താണ്? ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും. ജീവിതം നമ്മൾക്ക് നൽകാൻ വേണ്ടിയിട്ട് മടി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ജീവിച്ചു ജീവിതത്തോടു ഞാൻ നേടിടും. ഞാൻ ജീവിച്ച് എൻ്റെ ജീവിതം കൊണ്ട് ഞാനത് നേടിയെടുക്കും. എൻ്റെ ജീവിതം കൊണ്ട് ഞാനെല്ലാം നേടിയെടുക്കും. ആ ഒരു ശുഭാപ്തി വിശ്വാസം നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓക്കെ മക്കളെ, നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. 1942 ജനുവരി 8 ഓക്സ്ഫോർഡിലാണ് സ്റ്റീഫൻ ഹോക്കിൻസ് ജനിച്ചത്. ആരാണ്? സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞ ആൾ ആരാണെന്നുള്ളവരും പിന്നാലെ പറയാം. അദ്ദേഹം ജനിച്ചതെന്നാണ് 1942 ജനുവരി 8 ഓക്സ്ഫോർഡിലാണ്. ജനിച്ച സ്ഥലം ഓക്സ്ഫോർഡാണ്. അദ്ദേഹം സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത്. ജീവശാസ്ത്ര ഗവേഷകനായിരുന്ന ഫ്രാങ്ക് ഹോക്കിൻസും ഇസബൽ ഹോക്കിൻസുമായിരുന്നു മാതാപിതാക്കൾ. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയുമാരായിരുന്നു ജീവശാസ്ത്ര ഗവേഷകരായിരുന്നു. ജീവശാസ്ത്ര ഗവേഷകനായിരുന്ന ഫ്രാങ്ക് ഹോക്കിൻസ്. നമ്മളുടെ ഇത് എവിടെ? ഓക്സ്ഫോർഡിൽ നടക്കുന്ന കാര്യമാണ്, നമ്മുടെ ഇന്ത്യയിൽ അല്ല. അതുകൊണ്ട് എന്താണ്, പേരുകൾ ഒരുപാട് നമ്മുടെ പേരുകളേക്കാൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പേരുകളായിരിക്കും അവിടെ ഉള്ള ആൾക്കാർക്ക്. ഇപ്പൊ അച്ഛൻ്റെ അമ്മയുടെ പേര് നോക്കിയാൽ ഫ്രാങ്ക് ഹോക്കിൻസും ഇസബൽ ഹോക്കിൻസുമായിരുന്നു മാതാപിതാക്കൾ. ആരുടെ മാതാപിതാക്കളാണ്? സ്റ്റീഫൻ ഹോക്കിൻസിന്റെ മാതാപിതാക്കളാണ് ആര്? ഫ്രാങ്ക് ഹോക്കിൻസും ഇസബൽ ഹോക്കിൻസുമായിരുന്നു. ഇവിടെ ജീവശാസ്ത്ര ഗവേഷകനായിരുന്നു അച്ഛൻ. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ. 11-ാം വയസ്സിൽ സ്റ്റീഫൻ ഇംഗ്ലണ്ടിലെ ഹെർട്ട്ഫോർഡ് സെന്റ് ആൽബർട്ട് സ്കൂളിൽ ചേർന്നു. എവിടാണ് അദ്ദേഹത്തിന് 11 വയസ്സുള്ളപ്പോഴത്തേക്ക് സ്റ്റീഫൻ ഇംഗ്ലണ്ടിലാണ് സ്ഥലം, ഹെർട്ട്ഫോർഡ് ഷെയറിലെ സെന്റ് ആൽബർട്ട് സ്കൂളിൽ ചേർന്നു. മകനെ ഡോക്ടറാക്കാനായിരുന്നു മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നതെങ്കിലും സ്റ്റീഫൻ ഹോക്കിൻസിന് ഗണിതത്തിലും ഭൗതിക ശാസ്ത്രത്തിലുമായിരുന്നു താല്പര്യം. രോഗത്തെ തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് തോൽപ്പിച്ച അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് പ്രയോജനമാകട്ടെ. എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ 11-ാം വയസ്സിൽ വയസ്സിൽ ഇംഗ്ലണ്ടിലെ ഹെർട്ട്ഫോർഡ് ഷെയറിലെ സെന്റ് ആൽബർട്ട് സ്കൂളിൽ ചേർന്നു. എന്താണ്? ആ മകനെ എന്താക്കാനായിരുന്നു ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നത്? മകനെ ഒരു ഡോക്ടറാക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഏതിനോടായിരുന്നു താല്പര്യം? ഗണിതം എന്ന് പറയുന്നത് നമ്മുടെ മാത്തമാറ്റിക്സ്, ഗണിതത്തിലും ഭൗതിക ശാസ്ത്രത്തിലുമായിരുന്നു, നമ്മുടെ സയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. രോഗത്തെ തന്നെ നിശ്ചയദാർഢ്യം കൊണ്ട് തോൽപ്പിച്ച അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ. അദ്ദേഹത്തിന് ഒരു മാരകമായിട്ടുള്ള ഒരു അസുഖം വന്ന് പിടിപെടുകയാണ് ചെയ്തത്. ആ ഒരു രോഗത്തെ അദ്ദേഹം മനക്കരുത്ത് കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞു. ആ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രേരണയാകട്ടെ എന്നാണ് നമ്മുടെ കഥാകൃത്ത് ഇവിടെ നമ്മളെ ആശംസിക്കുന്നത്. സുധാദേവി എന്ന് പറയുന്ന മേലമാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ പാഠഭാഗം നമുക്ക് പഠിക്കാൻ വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്.
നോക്കിയപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളെ. സമാനതകളില്ലാത്ത ഒരു വിസ്മയമാണ് വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. രോഗാവസ്ഥകളോട് പടവെട്ടി വിജയിച്ച ഏറ്റവും വലിയ പ്രചോദനത്തിന്റെ കഥയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് നമുക്ക് പകർന്നു തരുന്നത്. പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് ജീവിതകാലം മുഴുവൻ അന്വേഷിച്ച ഹോക്കിംഗ് പ്രതിഭാശാലിയായ ശാസ്ത്രകാരനെന്നും ആൽബർട്ട് ഐൻസ്റ്റീനു ശേഷം ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും പ്രഗത്ഭനായ മസ്തിഷ്കത്തിന്റെ ഉടമ എന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടു. എന്താണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത് നോക്കി. അദ്ദേഹം ആരാണ്? സമാനതകളില്ലാത്ത ഒരു വിസ്മയമാണ് വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. എന്താണ്? സമാനതകളില്ലാത്ത, അദ്ദേഹത്തിന് സമമായിട്ട് യാതൊന്നുമില്ല, അതിനേക്കാൾ സമാനതകളൊന്നും അദ്ദേഹത്തിന് ഇല്ല, എന്നാൽ അദ്ദേഹത്തെ പോലെ മറ്റൊന്നും ഇല്ല, അതിനേക്കാൾ ഉപരിയായിരുന്നു അദ്ദേഹം. ഒരു വിസ്മയം, നമുക്ക് വിസ്മയം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും അതിശയം തോന്നുന്ന കാര്യമാണ് വിസ്മയം. അങ്ങനെ നമ്മളെപ്പോഴും അതിശയപ്പെടുന്ന, നമ്മളെപ്പോഴും വിസ്മയപ്പെടുന്ന വിഖ്യാതനായ പ്രശസ്തനായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് അദ്ദേഹം ആരായിരുന്നു? ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. ആരായിരുന്നു? പറഞ്ഞേ, മാഡത്തിന്റെ കൂടെ പറഞ്ഞേ. ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു ആര്? സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ആയിരുന്നു ആ സമാനതകളില്ലാത്ത ഒരു ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ കുഞ്ഞുങ്ങളെ, പേര് പറഞ്ഞ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. രോഗാവസ്ഥകളോട് പടവെട്ടി വിജയിച്ച ഏറ്റവും വലിയ പ്രചോദനത്തിന്റെ കഥയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് നമുക്ക് പകർന്നു തരുന്നത്. എന്താണ്? ആ രോഗാവസ്ഥകളോട്, അസുഖത്തിനോട്, രോഗങ്ങളുടെ ഓരോരോ അവസ്ഥകളുണ്ടല്ലോ, ആ രോഗാവസ്ഥകളോട് പടവെട്ടി വിജയിച്ച, അതിനെതിരെ വിജയിച്ച, ആ യുദ്ധം ചെയ്ത് വിജയിച്ച ഏറ്റവും വലിയ പ്രചോദനത്തിന്റെ കഥയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് നമുക്ക് പകർന്നു തരുന്നത്. അദ്ദേഹം നമുക്ക് പകർന്നു തരുന്ന ഏറ്റവും വലിയ ആ രോഗാവസ്ഥകളോട് പടവെട്ടി വിജയിച്ച കഥയാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് ജീവിതകാലം മുഴുവൻ അന്വേഷിച്ച ഹോക്കിംഗ് അതിപ്രതിഭാശാലിയായ ശാസ്ത്രകാരനെന്നും ആൽബർട്ട് ഐൻസ്റ്റീനു ശേഷം ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും പ്രഗത്ഭമായ മസ്തിഷ്കത്തിന്റെ ഉടമ എന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെട്ടു. അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ആ പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് ജീവിതകാലം, പ്രപഞ്ച ഉത്പത്തി, നമ്മുടെ ഭൂമി എങ്ങനെ ഉണ്ടായി, ഭൂമി എന്നല്ല മാത്രമല്ല നമ്മുടെ പ്രപഞ്ചമാണ്. ഭൂമി എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഗ്ലോബിന്റെ ആ സംഭവം മാത്രമേ ഉള്ളൂ ഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചമാണെങ്കിലോ അത് കഴിഞ്ഞുള്ള ഭാഗം നമ്മുടെ ആകാശവും എല്ലാം പ്രപഞ്ചമാണ്. അപ്പോഴെന്താണ് ആ പ്രപഞ്ച ഉത്പത്തിയെ പറ്റി, പ്രപഞ്ചം എങ്ങനെ ആരംഭിച്ചു, പ്രപഞ്ചത്തിന്റെ ഉത്പത്തി എന്ത്, ഉത്പത്തിയെ കുറിച്ച് ജീവിതകാലം മുഴുവൻ അന്വേഷിച്ച ഹോക്കിംഗ് അതിപ്രതിഭാശാലിയായ ശാസ്ത്രകാരനെന്നും എന്താണ് അത് അദ്ദേഹത്തിന്റെ ജീവിതകാലം മൊത്തം അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണ്? ഈ പ്രപഞ്ചോത്പത്തിയെ പറ്റിയാണ്, പ്രപഞ്ച സൃഷ്ടിയെ പറ്റിയാണ് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പിന്നെന്താണ് ആ ആൽബർട്ട് ഐൻസ്റ്റീനു ശേഷം ലോകത്ത് ജീവിച്ച ഏറ്റവും പ്രഗത്ഭമായ മസ്തിഷ്കത്തിന്റെ ഉടമ എന്നും വിശേഷിക്കപ്പെട്ടു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ നമ്മൾ കരുതപ്പെട്ടിരുന്ന ആരെയാണ്? ആൽബർട്ട് ഐൻസ്റ്റീനെയാണ്. ഭയങ്കര ബുദ്ധിശാലിയാണ്, ബുദ്ധി രാക്ഷസൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഐൻസ്റ്റീനു ശേഷം ഈ ലോകത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭമായ മസ്തിഷ്കത്തിന്റെ ഉടമ, ഏറ്റവും വലിയ മസ്തിഷ്കത്തിന്റെ ഉടമ, അത്രയും വലിയ തലച്ചോറിന്റെ ഉടമയാണ്. അത്രയും തലച്ചോറിന്റെ വലിപ്പമല്ല ഉദ്ദേശിക്കുന്നത്, ബുദ്ധിപൂർവ്വത, ബുദ്ധിയുടെ കാര്യമാണ് പറയുന്നത്. ആ ഒരു മസ്തിഷ്കത്തിന്റെ ഉടമ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? അദ്ദേഹമാര് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പോൾ ഏറ്റവും പ്രതിഭാശാലി, ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ആരാണെന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനാണ് പറയുന്നത്. പക്ഷെ അതിനേക്കാൾ വലിയ തലച്ചോറായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. തലച്ചോറിനെ പറഞ്ഞു, തലച്ചോറിന്റെ വലിപ്പമല്ല, അത്രയ്ക്കുള്ള അത് നിറയെ ബുദ്ധിയാണ്. നമ്മൾ പറയത്തില്ല തലയിൽ എന്താണെന്നാ പറയുന്നത്? കളിമണ്ണ് കൂടുതലായിട്ട് പറയുന്നത് ഇല്ലയോ? ഇല്ലേ? പക്ഷെ ഇദ്ദേഹത്തിന്റെ തല നിറയെ എന്താണ്? ബുദ്ധി ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ പറയത്തില്ലേ കിടന്നുറങ്ങുമ്പോൾ പോലും, ഉറങ്ങുന്ന സമയത്തൊന്നും അറിയാലോ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ശരീരം മൊത്തത്തിൽ പകൽ മൊത്തം നമ്മൾ ഓടി നടന്ന് ചാടി കളിക്കേണ്ടി ജോലി ചെയ്തതിൻ്റെയും കുരുത്തക്കേട് കാണിച്ചതിൻ്റെ ഒക്കെ ക്ഷീണം കൊണ്ട് നമ്മൾ രാത്രി എന്ത് ചെയ്യും? ഒരു 8-9 മണിയാകുമ്പോഴത്തേനും ചെന്ന് കിടന്നു കഴിഞ്ഞാൽ
ഒന്നും ഉറങ്ങത്തില്ല, വെട്ടിയിട്ടാണ് അവിടെ കിടന്നങ്ങ് ഉറങ്ങുക ചെയ്യുന്നത്, അല്ലയോ? ഉറങ്ങുകയാണ്. എന്നിട്ട് എന്താണ്, രാവിലെ അമ്മച്ചി രാവിലെ ഒരു 8 മണിക്ക് 9 മണിക്കൊക്കെ വന്ന് വിളിച്ച് കുലിക്ക് ഉണർത്തി വെള്ളമൊക്കെ കുടഞ്ഞു കഴിയുമ്പോഴാണ് പിന്നെ എണീക്കുന്നത്, അല്ലയോ? അങ്ങനെയല്ലേ നമ്മുടെ പലരും, അങ്ങനെ അല്ലയോ? ആണ്. അപ്പോഴെന്താണ് നമുക്ക് ഉറക്കം വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരം, നമ്മളുടെ ബോഡി ആ പകലെടുത്ത സ്ട്രെയിൻ നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് വേണം, നമ്മുടെ ബോഡിക്ക് റിലാക്സ് വേണം. അതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ എല്ലാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവയവങ്ങളെല്ലാം റെസ്റ്റ് എടുക്കുന്ന ടൈമാണ് ഉറക്കം എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ തലച്ചോറ് റെസ്റ്റ് എടുക്കുക. തലച്ചോറിന് റെസ്റ്റ് വേണ്ടുന്നത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിലെ ബാക്കി സംഭവങ്ങളെല്ലാം റെസ്റ്റ് എടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് വരുന്നത്? ഉറക്കം വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉറങ്ങുന്നത്. അത് നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ എന്താണ്, ആ ഉറങ്ങുന്ന സമയത്ത് പോലും തലച്ചോറ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അത്രയ്ക്കും ബുദ്ധി ആ തലച്ചോറ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ. അത്രയ്ക്കും ഇങ്ങനെയാണ് കണ്ടുപിടുത്തങ്ങൾ. നമുക്ക് ബാക്കി ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹം എന്തുമാത്രം ബുദ്ധി അക്ഷസനായിരുന്നു എന്നുള്ള ഐഡിയ. ഓക്കെ മക്കളെ, അപ്പോഴാ ഒരു പാരഗ്രാഫ് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. സമാനതകളില്ലാത്ത ഒരു വിസ്മയമാണ് വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. രോഗാവസ്ഥകളോട് പടവെട്ടി വിജയിച്ച ഏറ്റവും വലിയ പ്രചോദനത്തിന്റെ കഥയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് നമുക്ക് പകർന്നു തരുന്നത്. അപ്രപഞ്ചോത്പത്തിയെക്കുറിച്ച് ജീവിതകാലം മുഴുവൻ അന്വേഷിച്ച ഹോക്കിംഗ് അതിപ്രതിഭാശാലിയായ ശാസ്ത്രകാരനാണെന്നും ആൽബർട്ട് ഐൻസ്റ്റീനു ശേഷം ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും പ്രഗത്ഭമായ മസ്തിഷ്കത്തിന്റെ ഉടമ എന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടു. മനസ്സിലായല്ലോ നിങ്ങളെ ആ ഒരു പാരഗ്രാഫ്? അടുത്ത ഒരു പാരഗ്രാഫിലേക്ക് കടന്നേ. നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന തമോ ഗർത്തങ്ങളെ കുറിച്ച് ഇന്ന് ലഭ്യമായ വിവരങ്ങളിൽ പലതും ഇദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രപഞ്ചശാസ്ത്ര വിഭാഗത്തിലെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. 21-ാം വയസ്സിൽ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന രോഗം അദ്ദേഹത്തിന് ബാധിച്ചു. കൈകൾ നിയന്ത്രണാതീതമായി വിറയ്ക്കുന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഹോക്കിങ്ങിന് 2 വർഷം കൂടിയേ ആയുസുള്ളൂ എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ വിധിയെഴുതി. ഇപ്പോഴെന്താണ് ഇദ്ദേഹത്തിന്റെ കാര്യം നമ്മൾ പറയുന്നത് നോക്കിയേ. നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന തമോ ഗർത്തങ്ങളെ കുറിച്ച് ഇന്ന് ലഭ്യമായ വിവരങ്ങളിൽ പലതും ഇദ്ദേഹത്തിന്റെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. നക്ഷത്രങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ കുഞ്ഞുങ്ങളെ? എന്താണ്, നമുക്ക് രാത്രിയിൽ ആകാശത്ത് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്ന ആ സ്റ്റാർ, ആ നക്ഷത്രങ്ങൾ, കുഞ്ഞു കുഞ്ഞു ഡോൾ, അതാണ് നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ സൂര്യനുണ്ടല്ലോ, സൂര്യൻ നമുക്ക് പകൽ കാണാൻ പറ്റും. അതിൽ നിന്നും ലൈറ്റ് ചെന്നിട്ടാണ് രാത്രിയിൽ നമ്മളുടെ മൂണിന്റെ പ്രകാശം നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതൊക്കെ നിങ്ങൾ സയൻസിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോഴെന്താണ്, നമ്മളുടെ ആ സൺ പോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് അതിൻ്റെ ചെറിയ ചെറിയ ഉൽക്കകൾ എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ നക്ഷത്രങ്ങളായിട്ട് ആകാശത്ത് മുഴുവനും നിൽക്കുന്നത്. അതെന്തോന്ന്, പ്രപഞ്ചത്തിൽ ഒരുപാട് ഹൈറ്റിൽ, ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഭൂമിയിലേക്ക് കൂടുതൽ അടുക്കും തോറും നമുക്ക് എന്താണ് കൂടുതൽ ബ്രൈറ്റ്നെസ് അതിന് ഫീൽ ചെയ്യും. കുറേ അടുത്ത് നമ്മുടെ ആ ആകാശത്തിന് കുറേ ഭൂമിയിലേക്ക് കുറേ അടുത്ത് നിൽക്കുന്ന സ്റ്റാർസ് ആണ് നമ്മൾ രാത്രി നോക്കുമ്പോൾ കുറേ വലിയ സ്റ്റാറായിട്ട് നമുക്ക് തോന്നുന്നത്. കുറേതൊക്കെ ആണെങ്കിൽ വെറും കടുകുമണിയുടെ അത്രേ കാണുള്ളൂ. ഒരു വെറും മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം ഉള്ളത് നമുക്കിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നിറയെ നക്ഷത്രങ്ങൾ ഉണ്ട്. അപ്പോഴെന്താണ്, ആ നക്ഷത്രങ്ങൾ എന്താണ്, ആ നക്ഷത്രങ്ങൾ നശിച്ചു പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നക്ഷത്രങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കത്തിപ്പോകുന്ന കണ്ടിട്ടുണ്ടോ? കത്തി അങ്ങ് പോകും. കത്തിപ്പോകുന്ന നമുക്ക് ചില രാത്രികളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എന്താണ്, നക്ഷത്രങ്ങൾ നശിച്ചു പോകുമ്പോൾ എന്താണ് രൂപം കൊള്ളുന്ന തമോ ഗർത്തങ്ങളെ കുറിച്ച്. അപ്പോഴെന്താണ് തമോ ഗർത്തങ്ങൾ, ആ നക്ഷത്രം നിൽക്കുന്ന ഭാഗം ഒരു ഗർത്തം, ഒരു കുഴിയാകുകയാണ് ചെയ്യുന്നത്. ആ തമോ ഗർത്തങ്ങളെ കുറിച്ച് ഇന്ന് ലഭ്യമായ വിവരങ്ങളിൽ പലതും നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെങ്കിൽ, കൂടുതൽ അറിയണമെങ്കിൽ എന്താണ്, അതിനുവേണ്ടി നമുക്ക് കുറേ വിവരങ്ങളുണ്ടല്ലോ. ആ വിവരങ്ങളിൽ പലതും ഇദ്ദേഹത്തിന്റെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ആ നക്ഷത്രങ്ങൾ നശിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഗർത്തങ്ങളെ പറ്റി ഇദ്ദേഹമാണ്, ആരാണ്, നമ്മുടെ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ആണ് അതിനെപ്പറ്റി കൂടുതൽ പഠനം നടത്തുകയും അതിന് നമുക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ അദ്ദേഹം നമുക്ക് നേടിത്തരികയും ചെയ്തത്. അദ്ദേഹത്തിന്റെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന റിസർച്ചാണ്. അദ്ദേഹം കണ്ടുപിടിച്ചതാണ് അതിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു, അവിടെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യം അദ്ദേഹം കണ്ടുപിടിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഗവേഷണത്തോട് ഉരുത്തിരിഞ്ഞു വന്നതാണ്.
ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രപഞ്ചശാസ്ത്ര വിഭാഗത്തിലെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. അദ്ദേഹം എന്താണ് ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ, നമ്മൾ കേട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് കേംബ്രിഡ്ജ്. ആ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രപഞ്ച വിഭാഗത്തിലെ ഡയറക്ടറായിരുന്നു. അതിനകത്ത് ഓരോ സബ് ഡിവിഷൻസ് ഉണ്ട്, പ്രപഞ്ച വിഭാഗം. അപ്പോഴെന്താണ് നക്ഷത്ര വിഭാഗം വേറെ കാണാം, സൂര്യവിഭാഗം വേറെ കാണാം, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിനകത്ത് എന്താണ് ആ നക്ഷത്ര വിഭാഗത്തിലെ എന്താ മക്കളെ പ്രപഞ്ചശാസ്ത്ര വിഭാഗത്തിലെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. പ്രപഞ്ചശാസ്ത്ര വിഭാഗത്തിലെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. 21-ാം വയസ്സിൽ, അദ്ദേഹത്തിന് എത്ര വയസ്സുള്ളപ്പോഴാണ് പറയുന്നത്? 21 വയസ്സുള്ളപ്പോൾ. 21-ാം വയസ്സിൽ മോട്ടോ ന്യൂറോൺ ഡിസീസ് എന്ന രോഗം അദ്ദേഹത്തിനെ ബാധിച്ചു. അപ്പോഴെന്താണ് അദ്ദേഹത്തിന് 21 വയസ്സുള്ള സമയത്ത് എന്ത് സംഭവിച്ചു? മോട്ടോ ന്യൂറോൺ ഡിസീസ് എന്ന രോഗം അദ്ദേഹത്തിനെ ബാധിച്ചു. അത് വലിയൊരു അസുഖമാണ് അദ്ദേഹത്തിന് 21 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിനെ ബാധിച്ചത്. കൈകൾ നിയന്ത്രണാതീതമായി വിറച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. എന്താണ് നിയന്ത്രണം? നമ്മൾ കൈക്ക് വിറയലുണ്ടോ? നമുക്കൊരു പ്രത്യേകിച്ച് വിറയലൊന്നുമില്ല, പക്ഷെ ചില സമയത്ത് വിറയ്ക്കും. എപ്പോഴാ പനിയൊക്കെ പിടിച്ച് കിടുങ്ങിയിരിക്കുമ്പോൾ ഒരു കിടുങ്ങലും ഒരു വിറയിലൊക്കെ വരുന്നില്ലയോ? പൊതുവെ നമ്മളിങ്ങനെ നമ്മളുടെ കൈ നമ്മളുടെ ബലത്തിൽ നിൽക്കാതെ കൈയുടെ ആ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് വിറയൽ വരിക എന്ന് പറയുന്നത്. എന്താണ് നമ്മളുടെ ന്യൂറോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അസുഖങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ വിറയൽ വരുന്നത്. നമ്മളുടെ ശരീരത്തിന്റെ ബോഡി ബാലൻസ് തെറ്റിപ്പോകുന്ന അവസ്ഥയാണിത്. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും പഠിക്കാറായില്ല, നിങ്ങൾക്കിപ്പോൾ 6th സ്റ്റാൻഡേർഡ് ആയില്ലേ, കൊച്ചു കുഞ്ഞുങ്ങളാണ്. എന്നാലും നമുക്ക് ഇത് പഠിച്ചിരിക്കാം മക്കളെ. അപ്പോഴെന്താണ് മോട്ടോ ന്യൂറോൺ ഡിസീസ് എന്ന രോഗം അദ്ദേഹത്തിനെ ബാധിച്ചു. എത്ര വയസ്സുള്ളപ്പോഴാണ്? 21 വയസ്സുള്ളപ്പോഴാണ് ആ രോഗം അദ്ദേഹത്തിനെ ബാധിക്കുന്നത്. കൈകൾ നിയന്ത്രണാതീതമായി വിറച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ഹോക്കിൻസ് 2 വർഷം കൂടിയേ ആയുസുള്ളൂ എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ വിധി എഴുതി. അപ്പോഴെന്താണ് കൈകൾക്ക് പെട്ടെന്ന് നിയന്ത്രണാതീതമായുള്ള രീതിയിലുള്ള വിറയൽ. അപ്പോൾ നമ്മളുടെ കൈകൾക്ക് വിറയൽ സംഭവിച്ചാൽ എന്ത് പറ്റും? നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനം പോലും പിന്നെ നമ്മളുടെ കയ്യിൽ ഉറച്ചിരിക്കത്തില്ല. നമ്മളുടെ കയ്യിൽ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് വിറയലാണ്. ഇങ്ങനെ വിറച്ചുകൊണ്ടേ ഷിവറിങ് വന്ന പോലെ ഇരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ കയ്യിലൊന്നും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കയ്യിലുള്ള സാധനങ്ങളെല്ലാം വഴുതിപ്പോകും. നമുക്കൊരു ഫുഡ് എടുത്ത് കഴിക്കണമെങ്കിൽ പോലും ഇങ്ങനെ വിറച്ചിങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോവില്ല. ഫുഡ് ആഹാരം പോലും നമുക്ക് തന്നെത്താൻ എടുത്ത് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അല്ലേ? എന്ത് മാരകമായിട്ടുള്ള ഒരു അവസ്ഥ മനുഷ്യൻ്റെ അല്ലേ? നമ്മളൊക്കെ ഇപ്പോൾ ആരോഗ്യത്തോടുകൂടി ഓടിച്ചാടി നടക്കുകയാണ്. അങ്ങനെ സുഖമില്ലാതെ വരുന്ന ഒരു അവസ്ഥയിൽ അപ്പോഴും നമുക്കറിയാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പം നമുക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ ആക്റ്റീവായിട്ട് നടക്കുന്നു, ഓടിച്ചാടി കളിച്ച് മറിഞ്ഞ് നടക്കുന്നു. അപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നില്ല. അതേസമയം നമ്മൾ ഒരു ദിവസം പനി പിടിച്ചോ മറ്റെന്തെങ്കിലുമെങ്കിലും അസുഖങ്ങൾ പിടിച്ചിങ്ങനെ കിടക്കുവാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നില്ല, അയ്യോ ഇന്നലെയാണെങ്കിൽ എനിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു, ഇന്നലെ എന്തായാലും ഓടി കളിച്ച് നടക്കാമായിരുന്നു, എന്ത് വേണേലും കഴിക്കാമായിരുന്നു, ഇന്നലെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് ചിന്തിച്ചു പോകും നമ്മൾ. പക്ഷെ നമ്മളിങ്ങനെ എന്താണ് ഒരു രോഗാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു ഭീകരണാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴെന്താണ് ഇദ്ദേഹത്തിൻ്റെ കൈകൾക്ക് എന്തായിരുന്നു? നിയന്ത്രണാതീതമായിട്ടുള്ള വിറയൽ വരികയാണ്. അപ്പോഴെന്താണ് ആ അസുഖം എന്താണ്? മോട്ടോ ന്യൂറോൺ ഡിസീസ് എന്ന രോഗാവസ്ഥയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് എന്താണ് ആ ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോഴെന്താണ് അദ്ദേഹത്തിന് എന്താണ് ഡോക്ടർമാർ പറഞ്ഞത്? 2 വർഷം കൂടിയേ ആയുസുള്ളൂ എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ വിധി എഴുതി. അദ്ദേഹത്തിന് 2 വർഷം കൂടി മാത്രമേ ആയുസുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം 2 വർഷത്തിലപ്പുറം അദ്ദേഹം ജീവിച്ചിരിക്കില്ല എന്ന് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ അദ്ദേഹത്തിന് വിധി എഴുതി. ഒന്നുകൂടി നോക്കിക്കേ മക്കളെ ആ ഒരു പാരഗ്രാഫ്. നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന തമോ ഗർത്തങ്ങളെ കുറിച്ച് ഇന്ന് ലഭ്യമായ വിവരങ്ങളിൽ പലതും ഇദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രപഞ്ചശാസ്ത്ര വിഭാഗത്തിലെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. 21-ാം വയസ്സിൽ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന രോഗം അദ്ദേഹത്തിന് ബാധിച്ചു. കൈകൾ നിയന്ത്രണാതീതമായി വിറയ്ക്കുന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഹോക്കിങ് 2 വർഷം കൂടിയേ ആയുസുള്ളൂ എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ വിധി എഴുതി. അപ്പോൾ അദ്ദേഹം ബുദ്ധിരാക്ഷസനാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് 21 വയസ്സിൽ വന്നിങ്ങനെ ഒരു വിറയലൊക്കെ വരികയും എന്താണ് പിന്നീട് ഒരു 2 വർഷം കൂടിയേ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. 21 വയസ്സെന്ന് വെച്ചാൽ 22, 23 വെച്ചാൽ ചെറു പ്രായം അല്ലേ? ആ സമയത്ത് മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള മിടുമിടുക്കനായിട്ടുള്ള ഒരാളുടെ മരണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശാസ്ത്ര
മൊത്തത്തിൽ ഒരു തീരാ നഷ്ടമാകും, പകരം വെക്കാൻ ഒരാളില്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. നോക്കാം നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കിക്കേ. എന്നിട്ട് എന്താണ് ആ 2 വർഷം പതിയെ പതിയെ ആ രോഗം അദ്ദേഹത്തിന്റെ ചലനശേഷിയും പിന്നീട് സംസാരശേഷിയും നഷ്ടപ്പെടുത്തി. അയ്യോ കഷ്ടമല്ലേ. പയ്യെ എന്താണ് ആ രോഗം അദ്ദേഹത്തിന്റെ ചലനശേഷിയും, ആ വിറച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ചലനശേഷിയും പിന്നീട് സംസാരശേഷിയും നഷ്ടപ്പെടുത്തി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു ചലനശേഷി, അദ്ദേഹം ചലിച്ചുകൊണ്ടിരുന്ന ഓടിച്ചടി നടന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ചലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് എന്താണ് സംസാരശേഷി, സംസാരിക്കാനുള്ള ആ ഒരു ശേഷി, ആ ഒരു കഴിവും കൂടി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി. ചക്രക്കസേര ഉപയോഗിക്കില്ലെന്ന് വാശി പിടിച്ച് ക്രച്ചസിൽ കുറെ കാലം നടന്നെങ്കിലും പിന്നീട് ആധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ചക്രക്കസേര അദ്ദേഹത്തിന്റെ സഹചാരിയായി മാറി. അപ്പോഴെന്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ചലനശേഷി ഇല്ലാതിരുന്നിട്ട് പോലും ചക്രക്കസേര എന്താണെന്ന് അറിയാമോടോ? വീൽ ചെയർ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വെച്ച് കണ്ടിട്ടില്ലേ വീൽ ചെയർ? ഹോസ്പിറ്റലിൽ നമ്മൾ പേഷ്യന്റ് ചെന്ന് കഴിഞ്ഞാൽ നടന്നു പോകാൻ പറ്റത്തില്ലെങ്കിൽ എന്താണ് വീൽ ചെയറിനകത്ത് ഇരുത്തി അവർ വീട്ടിക്കൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. കിടത്തി കൊണ്ടുപോകണമെങ്കിൽ സ്ട്രെച്ചറാണ്. അതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോഴെന്താണ് അദ്ദേഹത്തിന് വാശിയായിരുന്നു ചക്രക്കസേര അദ്ദേഹം ഉപയോഗിക്കത്തില്ലെന്ന് വാശി പിടിച്ച് ക്രച്ചസിൽ കുറെ കാലം നടന്നു. ക്രച്ചസ് എന്ന് വെച്ചാൽ നമ്മുടെ കൈ കൊണ്ടിങ്ങനെ കുത്തി നമുക്ക് നടക്കാൻ സപ്പോർട്ട് വരുന്ന ഒരു സംഭവമാണ് ക്രച്ചസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കയ്യിൽ പിടിച്ചിങ്ങനെ ആ ക്രച്ചസിന്റെ ബലത്തിലാണ് പിന്നെ നമ്മൾ നടക്കുന്നത്. അപ്പോഴെന്താണ് ആ ക്രച്ചസിൽ കുറെ കാലം നടന്നെങ്കിലും പിന്നീട് ആധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ചക്രക്കസേര അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി മാറി. അദ്ദേഹത്തിന്റെ ആധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ആ ചക്രക്കസേര അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി, എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരു തോഴനെ പോലെയായി മാറി. അപ്പോഴെന്താണ് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി മാറിയത്? ആരാണ്? ആ ചക്രക്കസേരയാണ്. അപ്പോൾ വെറും ചക്രക്കസേര അല്ല, പിന്നെന്താണ് ആധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഒരുപാട് ടെക്നോളജി ഉണ്ട് അതിനകത്ത് കേട്ടോ. ആധുനിക സാങ്കേതിക വിദ്യ, ആ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ചക്രക്കസേര അദ്ദേഹത്തിന്റെ സന്തത സഹചാരി എപ്പോഴും കൂടെയുള്ള ഒരു സുഹൃത്തിനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ ആയി തീർന്നു, സന്തത സഹചാരിയായി തീർന്നു. പിന്നീട് എന്താണ് ആധുനിക സാങ്കേതിക വിദ്യ നിർമ്മിച്ച ചക്രക്കസേര അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി മാറി. അങ്ങനെ ജീവിതം വീൽ ചെയറിൽ തളച്ചിടപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം എന്താണ് ഈ ഒരു വീൽ ചെയർ, ഈ ഒരു ചക്രക്കസേരയിൽ തളച്ചിടപ്പെട്ടു. സെൻസറുകളും കമ്പ്യൂട്ടറുകളും അടങ്ങിയ ചക്രക്കസേര ആശയവിനിമയം നടത്താൻ സാധിക്കാതെ പോയ ഹോക്കിംഗ് പുതുജീവൻ നൽകി. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊണ്ട ഈ സെൻസറുകളും കമ്പ്യൂട്ടറുകളുമാണ് അദ്ദേഹത്തിന്റെ എഴുത്തിനും സംസാരത്തിനും TV മുതൽ വീടിന്റെ വാതിൽ വരെയുള്ളവയുടെ നിയന്ത്രണത്തിനും എല്ലാം സഹായിച്ചത്. അപ്പോഴെന്താണ് നിസ്സാരപ്പെട്ട ഒരു ചക്രക്കസേര അല്ലായിരുന്നു അത്, ആധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ചക്രക്കസേരയായിരുന്നു അത്. അതിനകത്ത് എന്തൊക്കെയാണ്? അതിനകത്ത് അദ്ദേഹത്തിന്റെ ജീവിതം ആ വീൽ ചെയറിനകത്ത് തളച്ചിടപ്പെട്ടില്ലേ? അങ്ങനെ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? സെൻസറുകളും കമ്പ്യൂട്ടറുകളും അടങ്ങിയ ചക്രക്കസേര, അതിനകത്ത് സെൻസർ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ആ സെൻസറിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് സെൻസർ അറിയാമല്ലോ, നമ്മുടെ വാഹനങ്ങളുടെ റിവേഴ്സ് ഇടുമ്പോഴത്തേന് ആ ബാക്കിലത്തെ ഒരു ക്യാമറ സെൻസർ വെച്ചിട്ടുണ്ടല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? അപ്പോഴെന്താണ് അത് നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് ബാക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ? നമ്മൾ ഭിത്തിയിലിരിക്കാൻ പോകുന്നോ മതിലിരിക്കാൻ പോകുന്നോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആ സെൻസർ വഴി കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെൻസറുകൾ. അപ്പോൾ സെൻസറുകളും കമ്പ്യൂട്ടറുകളും അടങ്ങിയ ചക്രക്കസേര അദ്ദേഹത്തിന് ആ കസേരയ്ക്കകത്ത് നിറയെ എന്തുണ്ട്? കമ്പ്യൂട്ടറും സെൻസറും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആശയവിനിമയം നടത്താൻ സാധിക്കാതെ പോയ ഹോക്കിങ്ങിന് പുതുജീവൻ നൽകി. അപ്പോൾ അദ്ദേഹത്തിന് ആശയവിനിമയം നടത്താൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കത്തില്ല. നമുക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയില്ലേ അദ്ദേഹത്തിന്റെ, അല്ലേ? ആ സംസാരശേഷിയും കൂടെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആശയവിനിമയം നടത്താൻ സാധിക്കാതെ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ കമ്പ്യൂട്ടറുകളും സെൻസറും കൊണ്ട് പുതുജീവൻ നൽകി. അദ്ദേഹത്തിന് പുതിയൊരു ജീവിതമാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടിയത്. പുതുജീവൻ അദ്ദേഹത്തിന് സാധിക്കുകയാണ് ചെയ്തത്. സെൻസറുകളും കമ്പ്യൂട്ടറുകളും അടങ്ങിയ ചക്രക്കസേര ആശയവിനിമയം നടത്താൻ സാധിക്കാതെ പോയ ഹോക്കിങ്ങിന് പുതിയ ജീവൻ
ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊണ്ട ഈ സെൻസറുകളും കമ്പ്യൂട്ടറുകളുമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിനും സംസാരത്തിനും TV മുതൽ വീടിൻ്റെ വാതിൽ വരെയുള്ള നിയന്ത്രണത്തിനും എല്ലാം സഹായിച്ചത്. അപ്പോഴെന്താണ് ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു ഫലമാണ് അദ്ദേഹത്തിന് നേടിയെടുത്തത്. ആ ഫലം എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ആശയവിനിമയം അദ്ദേഹത്തിന് നടത്താൻ പറ്റാതിരുന്നതിൽ ഒരു പുതുജീവൻ നൽകിയാണ്. അദ്ദേഹത്തിന് ആശയവിനിമയം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. പിന്നെന്താണ്? ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊണ്ട ഈ സെൻസറുകളും കമ്പ്യൂട്ടറുകളുമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിനും സംസാരത്തിനും TV മുതൽ വീടിൻ്റെ വാതിൽ വരെയുള്ള നിയന്ത്രണത്തിനും എല്ലാം സഹായിച്ചത്. അദ്ദേഹത്തിന് എഴുതാനും സംസാരിക്കാനും അതിന് പകരം എല്ലാം നമ്മളുടെ എന്ത് ചെയ്യും? ഈ സെൻസറുകളും ഈ കമ്പ്യൂട്ടറും ഉപയോഗിച്ച് അദ്ദേഹത്തിന് അതെല്ലാം സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആശയവിനിമയം നടത്താൻ വേണ്ടി അദ്ദേഹത്തിന് അതുപോലെ സാധിക്കുന്നുണ്ട്. TV മുതൽ വീടിൻ്റെ വാതിൽ വരെയുള്ളവരുടെ നിയന്ത്രണത്തിനും എല്ലാം സഹായിച്ചത് ഈ കമ്പ്യൂട്ടറുകളും സെൻസറുകളുമാണ്. അദ്ദേഹത്തിൻ്റെ ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച ചക്രകസേരയുടെ പ്രയോജനം നോക്കി ആ പാരഗ്രാഫ് ശ്രദ്ധിച്ച മക്കളെ. പതിയെ പതിയെ ആ രോഗം അദ്ദേഹത്തിൻ്റെ ചലനശേഷിയും പിന്നീട് സംസാരശേഷിയും നഷ്ടപ്പെടുത്തി. ചക്രകസേര ഉപയോഗിക്കില്ലെന്ന് വാശി പിടിച്ച് ക്രച്ചസിൽ കുറെ കാലം നടന്നെങ്കിലും പിന്നീട് ആധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ചക്രകസേര അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി മാറി. അങ്ങനെ ജീവിതം വീൽ ചെയറിൽ തളച്ചിടപ്പെട്ടു. സെൻസറുകളും കമ്പ്യൂട്ടറുകളും അടങ്ങിയ ചക്രകസേര ആശയവിനിമയം നടത്താൻ സാധിക്കാതെ പോയ ഹോക്കിങ്ങിന് പുതുജീവൻ നൽകി. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊണ്ട ഈ സെൻസറുകളും കമ്പ്യൂട്ടറുകളുമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിനും സംസാരത്തിനും TV മുതൽ വീടിൻ്റെ വാതിൽ വരെയുള്ളവയുടെ നിയന്ത്രണത്തിനും എല്ലാം സഹായിച്ചത്. നോക്കി എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ആ ഒരു ആധുനിക സാങ്കേതിക വിദ്യ മുതൽ അദ്ദേഹത്തിന് നേടിയെടുത്തത് അല്ലേ? അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ സംസാരം അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. തിരിച്ചു കൊണ്ടുവരില്ല, അതിന് പകരമായിട്ടൊരു ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു. അദ്ദേഹത്തിന് ചലനം നഷ്ടപ്പെട്ടു പോയി, അദ്ദേഹത്തിന് നടക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞ സമയത്തും അതുപോലെ ഈ വീൽ ചെയർ അദ്ദേഹത്തിന് നടക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ സഹായിക്കുകയാണ്. അതിനകത്ത് ഇരുന്ന് അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും ആ വീട്ടിനകത്ത് എല്ലാ പ്രദേശത്തിനും അദ്ദേഹത്തിന് യാത്ര ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അങ്ങനെ അദ്ദേഹത്തിന് എത്തപ്പെടുകയാണ് ചെയ്തത്. മനസ്സിലായ മക്കളെ? അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും ഭാഗം പഠിക്കാം. എന്താ? നമുക്കൊന്ന് വായിച്ചു നോക്കി. മേഡം ഒന്ന് വായിച്ചു തരാം, നിങ്ങൾ കൂടെ വായിക്കുക. എന്നിട്ട് വായിച്ച മേഡത്തിന് വോയിസ് അയച്ച് കേൾപ്പിക്കണം. സമാനതകളില്ലാത്ത ഒരു വിസ്മയമാണ് വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. രോഗാവസ്ഥകളോട് പടവെട്ടി വിജയിച്ച ഏറ്റവും വലിയ പ്രചോദനത്തിന്റെ കഥയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് നമുക്ക് പകർന്നു തരുന്നത്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് ജീവിതകാലം മുഴുവൻ അന്വേഷിച്ച ഹോക്കിംഗ് അതിപ്രതിഭാശാലിയായ ശാസ്ത്രകാരനാണെന്ന് ആൽബർട്ട് ഐൻസ്റ്റീനു ശേഷം ഈ ലോകത്തിൽ ലഭിച്ച ഏറ്റവും പ്രഗത്ഭമായ മസ്തിഷ്കത്തിന്റെ ഉടമ എന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടു. നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന തമോഗർത്തങ്ങളെ കുറിച്ച് ഇന്ന് ലഭ്യമായ വിവരങ്ങളിൽ പലതും ഇദ്ദേഹത്തിന്റെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ബ്രിട്ടീഷ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രപഞ്ചശാസ്ത്ര വിഭാഗത്തിലെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. 21-ാം വയസ്സിൽ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന രോഗം അദ്ദേഹത്തെ ബാധിച്ചു. കൈകൾക്ക് നിയന്ത്രണാതീതമായി വിറച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഹോക്കിൻസ് 2 വർഷം കൂടിയേ ആയുസുള്ളൂ എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ വിധിയെഴുതി. പതിയെ പതിയെ ആ രോഗം അദ്ദേഹത്തിന്റെ ചലനശേഷിയും പിന്നീട് സംസാരശേഷിയും നഷ്ടപ്പെടുത്തി. ചക്രകസേര ഉപയോഗിക്കില്ലെന്ന് വാശി പിടിച്ച് ക്രച്ചസിൽ കുറെ കാലം നടന്നെങ്കിലും പിന്നീട് ആധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ചക്രകസേര അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി മാറി. അങ്ങനെ ജീവിതം വീൽ ചെയറിൽ തളച്ചിടപ്പെട്ടു. സെൻസറുകളും കമ്പ്യൂട്ടറുകളും അടങ്ങിയ ചക്രകസേര ആശയവിനിമയം നടത്താൻ സാധിക്കാതെ പോയ ഹോക്കിംഗ് പുതുജീവൻ നൽകി. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊണ്ട ഈ സെൻസറുകളും കമ്പ്യൂട്ടറുകളുമാണ് അദ്ദേഹത്തിന്റെ എഴുത്തിനും സംസാരത്തിനും TV മുതൽ വീടിന്റെ വാതിൽ വരെയുള്ളവയുടെ നിയന്ത്രണത്തിനുമെല്ലാം സഹായിച്ചത്. ഓക്കെ മക്കളെ, ഇപ്പോഴെന്താണ്? ഒരു അസുഖം വന്ന് അങ്ങ് തളർന്നു പോയി, 2 വർഷം കൂടിയേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്താലേ അത് കേൾക്കുമ്പോഴേ വീട് മരിച്ചാൽ അറ്റാക്ക് വന്നു ഇല്ലയോ? വിഷമവും ടെൻഷനും വന്ന് നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ തീർന്നാല്. പക്ഷെ എത്രയും അധികം ബുദ്ധിശാലിയും പ്രഗത്ഭനുമായിട്ടുള്ള അദ്ദേഹം എന്താണ് 2 വർഷം അത്രയും നാൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ജീവിച്ചു.
ചലനശേഷി നഷ്ടപ്പെട്ടു പോയി, അതുപോലെ തന്നെ എന്താണ് സംസാരശേഷിയും നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് പോലും വീൽ ചെയറിന്റെ സഹായം തേടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് ഉറച്ച് വിശ്വസിച്ച മനസ്സല്ലേ. എന്നിട്ട് എന്താണ് അദ്ദേഹം ക്രച്ചസിന്റെ സഹായത്തോടു കൂടി നടന്നു. അതിനുശേഷം എന്താണ് ആധുനിക സംവിധാനത്തോടു കൂടി നിർമ്മിച്ച ആ വീൽ ചെയറിനകത്ത് എന്താണ് സെൻസറുകളുടെയും കമ്പ്യൂട്ടറും എല്ലാം ഘടിപ്പിച്ച വീൽ ചെയർ ആയിരുന്നു. അപ്പോഴതിലൂടെ അദ്ദേഹത്തിന്റെ സംസാരവും ആശയവിനിമയവും എല്ലാം തിരികെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. പിന്നെന്താണ് എല്ലാത്തിൻ്റെയും കൺട്രോൾ എന്താണ് TV മുതൽ വീടിന്റെ വാതിൽ വരെയുള്ള എല്ലാത്തിൻ്റെയും കൺട്രോൾ അദ്ദേഹം ആ ഒരു വീൽ ചെയറിൽ ഇരുന്ന് അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. ഒരു നല്ല കാര്യമാണ് അതല്ലേ. എന്താണ് ജീവിതം തീർന്നു പോയി എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കുകയാണ് അവിടെ ചെയ്തത്. അതെന്താണ് അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ ഒരു ധൈര്യം, അതുകൂടാതെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച, ഇത് രണ്ടുമാണ് അതിന് പിന്നിൽ വന്നത് കാര്യങ്ങൾ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക. വായിച്ച വേണമെങ്കിൽ വോയിസ് അയച്ചു തരിക കേട്ടോ. അതിന് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോട്ട്സ് കിട്ടുന്നതാണ്. നോട്ട്സ് എല്ലാം നല്ല നീറ്റായിട്ട് എഴുതി സൂക്ഷിക്കുക, പഠിക്കുക കേട്ടോ. പഠനം ഒന്നും പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. ഇന്നുള്ളത് ഇന്ന് വരുന്ന വീഡിയോസും നോട്ട്സും എല്ലാം ഇന്ന് തന്നെ പഠിച്ചു തീർന്ന് മിടുക്കരായിട്ടിരിക്കുക. അപ്പോൾ ഉടനെ നമ്മുടെ സ്കൂളൊക്കെ തുറക്കും. ഇവിടെ വന്നിരുന്നിട്ട് അയ്യോ ഇതുവരെ പഠിപ്പിച്ച ഒന്നും അറിഞ്ഞൂടെ എന്നുള്ള മട്ടിലൊന്നും ഇരിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് മിടുക്കരായിട്ട് പഠിക്കുക. ഒരു വാക്കുകളും